കാസർഗോഡേക്കാണ്. വെള്ളരിക്കുണ്ടിൽ വഴിയെ ചൊല്ലി നാട്ടുകാർ തമ്മിലടിച്ചു. സംഘർഷത്തിൽ 6 പേർക്ക് പരുക്കേറ്റു. വിവരങ്ങളുമായി ചേരുന്നത് കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലാണ്. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി അരുൺ പാറക്കലാണ് ചേരുന്നത് കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. സാധാരണ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു സംഘർഷ ദൃശ്യമാണ് അവിടെ കാണുന്നത്. എന്താണ് ഇതിന് കാരണം? എന്താണ് ഈ വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നം? ക്രിസ്റ്റിന, പ്രവിത, ഗുഡ് മോർണിംഗ്. എത്ര കിട്ടിയാലും ഈ നാട്ടുകാർ പഠിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാസർഗോഡ് വെള്ളരിക്കുണ്ട് പുങ്ങഞ്ചാലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം. അതായത് ഈ പുങ്ങഞ്ചാലിൽ ഒരു റോഡുണ്ട്, അത് സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് കേസുകളും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ ചൊല്ലി ഒരാളുടെ വീട് പണി അവിടെ നടക്കുകയാണ്. ആ വീട്ടിലേക്ക് സാധനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ വന്നു പോകുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ റോഡ് ഒന്ന് നവീകരിച്ചു. ഈ കോറി വേസ്റ്റൊക്കെ റോട്ടിലൊക്കെ ഇട്ട് അവിടുത്തെ കുഴികളൊക്കെ അടച്ചു. ഇതാ സ്വകാര്യ വ്യക്തി തടഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമായത്. പിന്നീട് നാട്ടുകാർ കൂട്ടത്തല്ലിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ വടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശവാസികളായ ജോർജ്, വിജീത് തുടങ്ങിയ ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ സഞ്ജീവനി ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. ഈ പരിക്കേറ്റ ആളുകളൊക്കെ തന്നെ. വെള്ളരിക്കുണ്ട് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കേസെടുത്തിട്ടില്ല. പരാതി ആരും നൽകാത്തതുകൊണ്ടാണ് കേസെടുക്കാത്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ പോയാൽ പോലീസ് കേസെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എത്ര കിട്ടിയാലും നാട്ടുകാർ പഠിക്കില്ല എന്നുള്ളതാണ് ക്രിസ്റ്റീന, പ്രവിത. പോലീസ് ഇതിൽ കേസ് എടുത്തിട്ടില്ല എന്നാണോ? പോലീസ് നിലവിൽ കേസെടുത്തിട്ടില്ല. ഈ പരാതിയും ഇതുമായി ബന്ധപ്പെട്ട പരാതി ആരും നൽകിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഈ ആളുകളുടെ മൊഴിയെടുക്കണം. ആ മൊഴിയെടുത്തതിന് ശേഷം ഈ സംഘർഷം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ പോയിട്ടുണ്ട്. ആശുപത്രിയിലെത്തി ആളുകളുടെ, അതായത് മർദ്ദനമേറ്റ ആളുകളുടെ, അടികിട്ടിയ ആളുകളുടെയൊക്കെ മൊഴിയെടുക്കണം. എന്താണ് സംഭവമെന്ന് പോലീസിന് കൃത്യമായി മനസ്സിലായാൽ മാത്രമാണ് കേസുമായി മുന്നോട്ട് പോകുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അരുണ്, ഈ പറയുന്നത് പോലെ പെട്ടെന്നുണ്ടായ ഒരു തർക്കം, അതായത് അവിടെ ആൾക്കാർ കൂടുന്നു. നമുക്കറിയാം, ഒരു മോബ് വയലൻസ് എന്ന് പറഞ്ഞാൽ ആൾ കൂടി കഴിയുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന വഴക്കൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇവർക്ക് ഇത്ര പെട്ടെന്ന് ഈ വടികളൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യവും ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സജ്ജമാക്കിക്കൊണ്ടാണോ നടക്കുന്നത്? അതോ ഒരു സംഘർഷം ഉണ്ടായതിന് ശേഷം നടന്ന ഒരു കൂട്ടത്തല്ലാണോ ഇത്? ക്രിസ്റ്റീന, ഈ ഒരു തർക്കം, അതായത് ഈ റോഡുമായി ബന്ധപ്പെട്ട തർക്കം അവിടെ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കോടതിയിലും കേസുകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വീട് പണി അവിടെ നടക്കുന്നുണ്ട്. ആ വീട് പണി നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ സാധനങ്ങൾ ഇറക്കണം. ആ സാധനങ്ങൾ ഇറക്കുന്ന ആ റോട്ടിൽ ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം കുഴിയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ കുഴി അടച്ചതാണ് ഇപ്പോഴുള്ള ഈ ഒരു പെട്ടെന്നുള്ളൊരു തർക്കത്തിനും സംഘർഷത്തിനുമൊക്കെ കാരണമായത്. അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തി മധുസൂദൻ, അദ്ദേഹം ഈ റോഡ് കൈവശപ്പെടുത്തിയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ റോഡാണെന്ന് അവകാശപ്പെടുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അദ്ദേഹവും കുടുംബവും ഈ റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി കോറി വേസ്റ്റൊക്കെ ഇട്ടത് അത് നീക്കം ചെയ്തു. ഇതിനെ തുടർന്ന് നാട്ടുകാരും ഈ കുടുംബവും തമ്മിലുണ്ടായ തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഗ്രാമപ്രദേശമാണ്. ഈ വടികളൊക്കെ അവർക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും നല്ല തമ്മിലടിയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് എത്രത്തോളം വലിയ ഒരു വഴക്കാണ് അവിടെ ഉണ്ടായതെന്നുള്ളത്. ക്രിസ്റ്റീന, നമുക്ക് കാണുമ്പോൾ അതിന്റെ ആ ഒരു തീവ്രത സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഈ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണാറുള്ളത്. പക്ഷേ നമ്മൾ എന്താ പറയുന്നത്, ചിന്തിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ കണ്ണു അടച്ചു വായും പൊളിച്ചു പോകാനുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞപ്പോൾ ഞാനടക്കമുള്ളവരത് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി അടുത്ത വാർത്തയിലേക്ക്.